ലൈഫ് മിഷൻ കേസിൽ മകൻ വിവേക് കിരണിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിപ്പിച്ച കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇക്കാര്യം CPMന്റെ കേരളത്തിലെ നേതൃഘടകങ്ങൾക്ക് പുതിയ വിവരമെന്നാണ് മനോരമ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. മകൾ വീണ വിജയനെതിരെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നീക്കത്തെക്കുറിച്ചും മുഖ്യമന്ത്രി കേരളത്തിലെ പാർട്ടി നേതൃയോഗങ്ങളിൽ വിശദീകരിച്ചില്ലെന്ന് റിപ്പോർട്ടുണ്ട്. എന്നാൽ വീണയ്ക്കെതിരായ നീക്കം CPM അറിഞ്ഞിരുന്നു. അന്ന് മാധ്യമ വാർത്തകൾ ഇക്കാര്യത്തിൽ സജീവമായിരുന്നു. എന്നാൽ മകനെതിരായ സമൻസ് പരമരഹസ്യമായി. സമൻസ് നൽകിയിട്ട് ഹാജരായില്ലെങ്കിൽ 2 തവണ കൂടി സമൻസ് നൽകുകയാണ് EDയുടെ രീതി. 3 സമൻസിലും ഹാജരായില്ലെങ്കിൽ വീട്ടിൽ റെയ്ഡ് നടത്തി അറസ്റ്റ് ചെയ്യുമാകാം. വിവേകിൻ്റെ കാര്യത്തിൽ ഈ തുടർ നടപടികൾ ഉണ്ടായില്ല. നേരിട്ടോ മറ്റാരെങ്കിലും വഴിയോ സ്വന്തം ഭാഗം വിശദീകരിച്ച് ക്രമക്കേടില്ലെന്ന് തെളിയിച്ചാൽ സമൻസിൽ നിന്ന് ഒഴിവാക്കാറുണ്ട്. എന്നാൽ വിവേക് വിശദീകരണം നൽകിയതായി തെളിവില്ല. മുഖ്യമന്ത്രിയുടെ മകനുള്ള സമൻസ് ED മരവിപ്പിച്ചെന്നാണ് ഇതുവരെ പുറത്തുവന്ന വിവരങ്ങളിൽ നിന്നുള്ള സൂചന. ഇനി പരിശോധനയുണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയുമില്ല. സമൻസ് നൽകിയ PK ആനന്ദ് പിന്നീട് കൊച്ചി ആദായനികുതി ഓഫീസിലേക്ക് മാറുകയും ചെയ്തു. ഇതോടെ സമൻസും അപ്രസക്തമായി. മുഖ്യമന്ത്രിയുടെ മകനെതിരെ ഉയർന്നിരിക്കുന്ന പ്രശ്നം എന്ന കരുതലാണ് ഇപ്പോൾ നേതാക്കൾ പുലർത്തുന്നത്. ഔദ്യോഗിക പ്രതികരണങ്ങൾ പാർട്ടി നടത്തിയിട്ടില്ല. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ ബന്ധപ്പെടാൻ വാർത്തയെക്കുറിച്ച് മനസ്സിലായിട്ടില്ലെന്നും ഇപ്പോൾ ഒന്നും പറയാനില്ലെന്നുള്ള പ്രതികരണമാണ് ഉണ്ടായത്. പ്രതികരിച്ച മന്ത്രി V ശിവൻകുട്ടിയാകട്ടെ പറയാൻ ഉദ്ദേശിച്ചത് എഴുതി തയ്യാറാക്കി വായിക്കുകയായിരുന്നു. മാധ്യമങ്ങളെ കണ്ട മന്ത്രി P രാജീവ് സമൻസിനെ കുറിച്ച് അറിയില്ലെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറി. ഇതെല്ലാം CPMന് ഒന്നും അറിയില്ലെന്ന വ്യാഖ്യാനമായി മാറുന്നു. ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടും അക്കാര്യം മുഖ്യമന്ത്രി എന്തുകൊണ്ട് രഹസ്യമാക്കി വെച്ചെന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യമാണ് അദ്ദേഹത്തിനും പാർട്ടിക്കും മുന്നിലുള്ളത്. നേതാക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ എതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങൾ സാധാരണ 3 തരത്തിലാണ് പാർട്ടി കമ്മിറ്റികളിൽ ചർച്ചയായി മാറുന്നത്. ഏതെങ്കിലും നേതാവ് പരാതിക്കത്തായി പാർട്ടിക്ക് നൽകണം, അല്ലെങ്കിൽ യോഗം ചേരുമ്പോൾ ആരെങ്കിലും എക്കാര്യം ഉന്നയിക്കണം. ബന്ധപ്പെട്ട നേതാവ് തന്നെ പാർട്ടി കമ്മിറ്റിയിൽ സ്വയം വിശദീകരണത്തിന് സന്നദ്ധനാകുന്നതാണ് 3ാമത്തെ സാധ്യത. മകളുടെ കാര്യത്തിൽ ഇത് 3ഉം സംഭവിച്ചിട്ടില്ല. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിലെ പ്രതികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് വിവേക് കിരണിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചത്. കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷ് അടക്കമുള്ളവരുടെ മൊഴികൾ വിവേകിന് ഇതുമായി ബന്ധമുണ്ടെന്ന സൂചന നൽകുന്നതായിരുന്നു. ഇക്കാര്യം സ്വപ്നയെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേസിലെ മുഖ്യപ്രതി യുണിടാക് ബിൽഡേഴ്സ് മാനേജിംഗ് പാർട്ണർ സന്തോഷ് ഈപ്പൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിന് സമൻസ് നൽകിയതും തുടർന്ന് അറസ്റ്റ് ചെയ്തതും. ലൈഫ് മിഷൻ പദ്ധതിക്ക് വേണ്ടി യുണിടാക്കിൽ നിന്ന് 4.25 കോടി രൂപ കമ്മീഷൻ വാങ്ങിയത് ശിവശങ്കറിന് വേണ്ടിയായിരുന്നുവെന്നും സ്വപ്ന മൊഴി നൽകിയിരുന്നു. കള്ളപ്പണ നിരോധന നിയമപ്രകാരം പ്രതിയോ സാക്ഷിയോ ആകാൻ സാധ്യതയുള്ള വ്യക്തിക്ക് സ്വന്തം തീരുമാനപ്രകാരം സമൻസ് അയക്കാൻ ED അസിസ്റ്റന്റ് ഡയറക്ടർക്ക് അധികാരമില്ല. യൂണിറ്റിലെ ജോയിന്റ് ഡയറക്ടറെ അനുവാദം വാങ്ങിയാണ് സമൻസ് അയക്കുക. 2023 ഫെബ്രുവരിയിൽ കൊച്ചിയിൽ ജോയിന്റ് ഡയറക്ടർ ഇല്ലായിരുന്നു. അടുത്ത മേലുദ്യോഗസ്ഥനായിരുന്ന അഡീഷണൽ ഡയറക്ടർ ദിനേഷ് കുമാർ പരചൂരിക്കായിരുന്നു കേസിന്റെ ചുമതല. വിവേകിനും ശിവശങ്കറിനും സമൻസ് നൽകിയ വകുപ്പ് 50 പ്രകാരമാണ് കള്ളപ്പണ നിരോധന നിയമപ്രകാരം ED കേസ് എടുത്തിരിക്കുന്നത്. ഈ കേസിൽ കൃത്യമായ അന്വേഷണം ED നടത്തിയോ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ചോദിക്കുന്നത്. പാർട്ടി പോലും അറിയാതെ എന്തിനാണ് മുഖ്യനിത് മറച്ചുവെച്ചത്? മകനെ പിടിച്ചുകൊണ്ടു പോകാൻ ആരെങ്കിലും വന്നാൽ അത് പാർട്ടി അറിയില്ലേ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഇതിനുമായി ബന്ധപ്പെട്ട സ്വപ്ന സുരേഷിൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: ഇപ്പോഴാണോ മലയാള മാധ്യമങ്ങൾ ഇതറിയുന്നത്? ഒരു സാധാരണക്കാരൻ്റെ മകനാണ് ED നോട്ടീസ് നെഗ്ലക്റ്റ് ചെയ്തിരുന്നതെങ്കിൽ അറസ്റ്റ്, ജയിൽ, കോടതി വിചാരണ, അങ്ങനെ എന്തെല്ലാം കോലാഹലമായേനെ. മകനെയും മകളെയും ED ഒന്ന് നല്ലതുപോലെ ചോദ്യം ചെയ്താൽ മണി പോലെ എല്ലാം പുറത്തു വരും. അത് അച്ഛന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് 2 പേരെയും വിട്ടുകൊടുക്കാത്തത്. അത് നടപ്പിലാക്കണമെങ്കിൽ അച്ഛൻ്റെ സിംഹാസനം തെറിക്കണം. ഇത് കേട്ടപ്പോൾ എനിക്കൊരു പഴയ സംഭവം ഓർമ്മ വന്നു. 2018 ഞാനും എൻ്റെ പഴയ ബോസായ UAE കൗൺസിൽ ജനറലുമായിട്ടൊരു ക്യാപ്റ്റനെ കാണാൻ പോയി. ക്യാപ്റ്റൻ്റെ ഒഫീഷ്യൽ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച. അവിടെ വെച്ച് ക്യാപ്റ്റനായ അച്ഛൻ തൻ്റെ മകനെ കൗൺസിൽ ജനറലിനെ പരിചയപ്പെടുത്തി. മകൻ UAEയിൽ ഒരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നതെന്നും അവന് UAEയിൽ ഒരു സ്റ്റാർ ഹോട്ടൽ വിലയ്ക്ക് മേടിക്കാൻ ആഗ്രഹമുണ്ടെന്നും അതിനുവേണ്ട സഹായം ചെയ്തു കൊടുക്കണമെന്നും കൗൺസിൽ ജനറലിനോട് ആവശ്യപ്പെട്ടു. ക്യാപ്റ്റൻ്റെ ഔദ്യോഗിക വസതിയിലെ CCTV ദൃശ്യങ്ങൾ മിന്നലടിച്ചു പോയിട്ടില്ലെങ്കിൽ EDക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫോട്ടോ പടമായി കാണാം. ജനങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയം, ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായ മകന് UAEയിൽ സ്റ്റാർ ഹോട്ടൽ മേടിക്കാൻ പറ്റുമോ? ഉത്തരം: പറ്റും. അച്ഛൻ്റെ പദവി ദുരുപയോഗം ചെയ്ത് അച്ഛനും അമ്മയും സഹോദരിയും ഉണ്ടാക്കുന്ന കള്ളപ്പണം ഉണ്ടെങ്കിൽ പറ്റും. വരും ദിവസങ്ങളിൽ കൂടുതൽ സത്യങ്ങൾ പുറത്തുവരും. നമുക്ക് കാത്തിരിക്കാം. സ്വാമിയെ ശരണമയ്യപ്പ. ഇങ്ങനെയാണ് സ്വപ്നയുടെ പോസ്റ്റ്. ഇതിൽ വലിയ രീതിയിൽ കമൻറ്റുകൾ വരുന്നത് പിണറായി കുടുംബത്തിലും അന്വേഷണത്തിൻ്റെ കുന്തമനം എത്തുമ്പോൾ കേരളത്തിലെ കേന്ദ്ര ഏജൻസികൾക്ക് മുട്ടുടിക്കുന്നത് എന്തുകൊണ്ടാണ്? ആരാണോ പിണറായിക്ക് സംരക്ഷണ കവചമൊരുക്കുന്നത്? ലൈഫ് മിഷൻ തട്ടിപ്പ് കേസിൻ്റെ അവസ്ഥ എന്താണ്? വിവേകിൻ്റെ അമ്മായിയപ്പനെതിരെയുള്ള
ക്യാമറ പർച്ചേസ് സ്കാം ആവിയായി പോയോ? ED ഓഫീസിൽ ക്യാമറകളെ വെട്ടി ചോടിക്കേറിയ പിണറായിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രൻ ഒരു രോമത്തിൽ പോലും തൊടാതിരുന്നത് എന്തുകൊണ്ടാണ്? മുക്കിയതെല്ലാം പുറത്തു വരുന്നുണ്ട്. സകുടുംബം കൊള്ള നടത്തിയവരെ പൂട്ടാനുള്ള അസഖ്യം തെളിവുകൾ ഉണ്ടായിട്ടും കസ്റ്റംസും EDയും CBIയും ചെറുവിരലനക്കാത്തത് സംശയങ്ങൾ ബലപ്പെടുത്തുന്നു. കൊത്തിക്കൊത്തി മുറത്തിൽ കയറി കൊത്തുന്നവർ സ്വാമി അയ്യപ്പൻ്റെ സ്വത്തുവകകൾ കൂടി അടിച്ചുകൊണ്ടുപോയി തൂക്കി വിറ്റിട്ടും കൊള്ളസംഘത്തലവനെ കയറൂരി വിട്ടതിലെ സാഹത്യം മനസ്സിലാകുന്നില്ല. കള്ളന് കഞ്ഞിവെച്ചവരെയും കൽത്തുറങ്കിൽ അടയ്ക്കണം. സമൻസ് കിട്ടിയിട്ടും പിണറായിയുടെ മകൻ ED ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകാതിരുന്നത് എന്തുകൊണ്ടാണ്? തുടർ നടപടിയിലേക്ക് ED കടക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ആരാണ് പിണറായി കുടുംബത്തിൻ്റെ സംരക്ഷകൻ? ഇങ്ങനെയാണ് ചോദ്യങ്ങൾ ഉയരുന്നത്. മുഖ്യമന്ത്രി പദത്തിൽ നിന്നിറങ്ങിയാൽ പിണു BJP-യാണ്, അതാണ് കരാർ. ഇങ്ങനെ എഴുതാം എന്നല്ലാതെ ഒന്നും നടക്കില്ല. കേന്ദ്രം നല്ല ഡീല്. ഇതൊക്കെ എത്ര കണ്ടു. കേസ് അവരുടെ മുന്നിൽ കിട്ടിയിട്ടും ഒന്നും തൊടാതെ അയാളെ ഇങ്ങനെ സതീശൻ പോയി പൊക്കിക്കൊണ്ടുവന്നതാ. വേറൊന്നും കിട്ടാനില്ല. ഇമാതിരി തറവേല കാണിക്കാൻ കോൺഗ്രസിന് പ്രത്യേക കഴിവാണ്. അങ്കമാലിയിൽ പണ്ടൊരു പഴയ MLA ഇതുപോലെ പണി കൊടുത്തിട്ടുണ്ട്. അവസാനം വാക്ക് പറഞ്ഞ പണം കൊടുക്കാത്തതുകൊണ്ട് ആ സ്ത്രീ ഉസ്മാനെ വിളിക്കുന്നതിൻ്റെയും വേറെ നേതാവിനെ വിളിച്ചൊരു MP പച്ചത്തറി പറയുന്നതിൻ്റെ കോൾ റെക്കോർഡിംഗ് കറങ്ങി നടക്കുന്നുണ്ട്. ഇങ്ങനെ പോകുന്നു കമൻറ്റുകളുടെ നീണ്ട നിരകൾ. എന്തായാലും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിന് ശേഷം പിണറായി വിജയൻ അത്ര നല്ല സമയമൊന്നുമല്ല എന്നുള്ളതാണ്. അതായത് 2023 വന്ന സമൻസ് എന്തുകൊണ്ട് അറിയിച്ചില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നു. ഇവിടെയാണ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന സംസ്ഥാന CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി നമ്മൾ ഓർക്കേണ്ടത്. കോടിയേരി ബാലകൃഷ്ണൻ 2 മക്കൾക്കുമെതിരെ വലിയ ആരോപണങ്ങൾ, ഒരു മകൻ ജയിലിൽ കിടന്നു, ഒരു മകനെതിരെ പെണ്ണ് കേസും ഒക്കെ വന്നു. എന്നിട്ടും കോടിയേരി ബാലകൃഷ്ണൻ തൻ്റെ പദവിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് തൻ്റെ മക്കൾക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ വന്നപ്പോൾ അദ്ദേഹം മാന്യത കാണിച്ചത് പിണറായി വിജയൻ കാണിക്കില്ല എന്ന്. കാരണം അധികാരം തലയ്ക്ക് പിടിച്ച് ഇങ്ങനെ ഭ്രാന്തായിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അധികാരം വിട്ടൊഴിഞ്ഞാൽ മക്കൾ രണ്ടും ജയിലിലേക്ക് പോകുമെന്ന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. എന്തായാലും വരും ദിവസങ്ങളിൽ സ്വപ്ന സുരേഷ് കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമ്പോൾ കേരളത്തിൽ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് നമുക്കറിയാം. കാരണം ഇതിനു മുൻപും ബിരിയാണി ചെമ്പിൽ സ്വർണ്ണം കടത്തിയത് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ്. എന്നിട്ട് ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഒന്നും സംഭവിച്ചില്ല. പിണറായി മകനും മകളും ഒക്കെ ഇവിടെ നന്നായി വിലാസം. സാധാരണക്കാരനാണെങ്കിൽ മാത്രമേ പോലീസിന് ശുഷ്കാന്തി ഉണ്ടാകൂ. മകനെയും മകളെയും കാണുമ്പോൾ മുട്ട് ഉറയ്ക്കും. പിണറായിയെ കാണുമ്പോൾ നിക്കറിൽ മുള്ളും, മകനെയും മകളെയും കാണുമ്പോൾ മുട്ട ഉറയ്ക്കും. അതാണ് കേരള പോലീസിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം, ഒരു നടപടിയും ഉണ്ടാക്കാൻ പോകുന്നില്ല. നമ്മൾ എത്രയൊക്കെ വാർത്ത കൊടുത്താലും അത് വാർത്ത കൊടുക്കുന്നവർക്കും നന്നായിട്ടറിയാം, പറയുന്ന മാധ്യമപ്രവർത്തകരായ നമുക്കും നന്നായിട്ടറിയാം. പക്ഷേ എങ്കിലും ലേശമുളുപ്പും മാന്യതയും നാണവും ഒക്കെ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ഉണ്ടാകുമല്ലോ എന്നുള്ളൊരു ധാരണയുടെ പുറത്ത് മാത്രമാണ് നമ്മളിത് വാർത്തയെ നൽകുന്നത്. എന്തായാലും വിവേകിൻ്റെ വീട്ടിൽ പോലീസ് കയറി ഇറങ്ങാനോ ക്ലിഫ് ഹൗസ് പോലീസ് അരിച്ചു പറക്കാനോ ഒന്നും പോകുന്നില്ല. ED വരാനും പോകുന്നില്ല. കാരണം ഇത് കേന്ദ്രവും BJP CPM തമ്മിലുള്ള അന്തർധാരയാണ്. അത് ഒരിക്കലും പൊളിയാൻ പോകുന്നില്ല എന്നുള്ളത് പല കേസുകളിൽ നിന്ന് വ്യക്തമായ കാര്യമാണ്.